സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സിയുടെ സമദൂരം തുടരുന്നു. ഭാഗം 21. അടിക്കാട് വീശിയിട്ടിരിക്കുന്നത് കൊണ്ട് പറമ്പിന് നല്ല തെളിച്ചമുണ്ട്. എങ്കിലും മീനാക്ഷി സൂക്ഷിച്ചാണ് നീങ്ങിയത്. കുറേ കാലം വെട്ടിത്തെളിക്കാതെ കിടന്ന പറമ്പായതുകൊണ്ട് ഇഴജന്തുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പറമ്പിൽ അവിടവിടെ മൺപുറ്റുകളും മാളങ്ങളും കാണാമായിരുന്നു. ചെറിയിലെ വെള്ളത്തിൽ തെങ്ങുകളുടെയും കരിമ്പനകളുടെയും പ്രതിച്ഛായ. അകലെ പാടങ്ങൾക്കും കരിമ്പനകൾക്കും മധ്യേ വരമ്പുപോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡിലൂടെ വൈക്കോൽ നിറച്ച കാളവണ്ടികൾ നീങ്ങുന്നത് കാണാം. മീനാക്ഷി തെങ്ങുകളുടെ കീഴിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നു. പൊഴിഞ്ഞു കിടന്ന ഒരു തേങ്ങ കൂടി അവൾക്ക് കിട്ടി. ഇടയ്ക്ക് എപ്പോഴോ ഒരു വിളിയച്ച കേട്ടതുപോലെ തോന്നി. തെങ്ങോലകളിലും കരിമ്പനയോലകളിലും അലമാല തീർക്കുന്ന കാറ്റിനൊത്ത് അവൾ കാതോർത്തു. മീനു, മോളെ മീനു, അമ്മ ഉണർന്നുവോ? സ്വരത്തിൽ വേവലാതിയുണ്ടോ? തള്ളമാനിൻ്റെ കരച്ചിൽ കേട്ട മാൻകുട്ടിയെപ്പോലെ അവൾ വീടിന് നേർക്ക് ഓടി. തെങ്ങിൻതോപ്പിൻ്റെ പച്ച തഴപ്പിനിടയിലൂടെ കുറച്ചകലെ വീടിൻ്റെ മതിൽക്കെട്ട് കാണാമായിരുന്നു. വീണ്ടും സംഭ്രമത്തോടെയുള്ള വിളിയൊച്ച അവൾ കേട്ടു. ദാ ഞാൻ വരുന്നമ്മേ എന്നവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും കാറ്റിനെതിരെ ആയിരുന്നതിനാൽ ആ ശബ്ദം പാറിപ്പോയി. മീനാക്ഷി ഓടിച്ചെല്ലുമ്പോൾ മതിൽക്കെട്ടിൻ്റെ വടക്കുവശത്തെ ഗേറ്റിൽ പരിഭ്രാന്തയായി നോക്കി നിൽപ്പുണ്ടായിരുന്നു ജാനകിയമ്മ. നീ എവിടെ പോയിരിക്കുകയായിരുന്നു? കടുത്ത മനക്ഷോഭത്തോടെ പരുഷ സ്വരത്തിൽ അവർ ചോദിച്ചു. മീനാക്ഷി കിതച്ചും കൊണ്ട് കയ്യിലിരുന്ന തേങ്ങ രണ്ടും കാട്ടി. നിനക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? ദേഷ്യത്തോടെ ജാനകിയമ്മ പറഞ്ഞു. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുതെന്ന്. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? അതോ എന്നെ ആദി പിടിപ്പിക്കാൻ? മീനാക്ഷിയുടെ മുഖത്ത് വല്ലായ്മ മൂടുന്നത് കണ്ട് അവർ ശകാരം പെട്ടെന്ന് നിർത്തി. അവൾ കുറ്റവാളിയെപ്പോലെ തലകുനിച്ചു. കേറിപ്പോ, നീ തേങ്ങ പെറുക്കണ്ട, അത് പൊഴിഞ്ഞു പൊയ്ക്കോട്ടെ. അമ്മ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാഞ്ഞത്, അവൾ ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ ഉണർന്നു നോക്കുമ്പോൾ ആളില്ല. വീട്ടിലെവിടെല്ലാം നോക്കി, എത്ര വിളി വിളിച്ചു, കാണാനില്ല. ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു. ജാനകിയമ്മയുടെ സ്വരം ഇടറി. അവർ പെട്ടെന്ന് വീടിന് നേർക്ക് തിരിഞ്ഞു നടന്നു. കോൺക്രീറ്റ് തളത്തിലേക്ക് തേങ്ങ ഇട്ട ശേഷം മീനാക്ഷി പിറകെ ചെന്ന് ജാനകിയമ്മയുടെ കൈത്തണ്ട പിടിച്ചു. വേണ്ട, അവർ കൈ കുത്തിരിച്ച് അകത്തേക്ക് കയറിപ്പോയി. അമ്മ ശരിക്കും പിണങ്ങിയിട്ടുണ്ടെന്ന് മീനാക്ഷിക്ക് മനസ്സിലായി. ജാനകിയമ്മ മുറിയിലേക്ക് കയറിപ്പോകുന്നത് നോക്കി അവൾ തളത്തിൽ നിന്നു. അല്പം കഴിഞ്ഞ് അവൾ ഒച്ച കേൾപ്പിക്കാതെ വാതിലിനരികെ ചെന്ന് നോക്കി. കട്ടിലിരിപ്പുണ്ട്. മീനാക്ഷി അരികെ ചെന്നിരുന്നു. ജാനകിയമ്മ ഉടൻ അവളുടെ നേർക്ക് പുറംതിരിഞ്ഞ് പിണങ്ങിയ മട്ടിലിരുന്നു. അവൾ അവരുടെ ഉദരത്തിനു മീതെ കൂടി കൈ ചുറ്റി പുറത്തേക്ക് മുഖം ചായച്ചു. ഹൃദയമിടിപ്പിൻ്റെ രുദ്രതാളം ഓടിത്തളർന്ന പോലെ. അമ്മ തന്നെ കാണാഞ്ഞ് വല്ലാതെ ഭയന്നു പോയെന്ന് അവൾക്ക് ബോധ്യമായി. തൻ്റെ ജീവൻ ഏതു നിമിഷവും അപകടത്തിലാണെന്നാണ് അമ്മയുടെ വിചാരം. ആരൊക്കെയോ തന്നെ വകവരുത്താൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടെന്നും. അത് കാരണം അമ്മയുടെ കൺവെട്ടത്തു നിന്ന് മാറാൻ സമ്മതിക്കില്ല. ഞാൻ ദൂരെയൊന്നും പോയില്ലല്ലോ അമ്മേ, അവൾ വല്ലായ്മയോടെ പറഞ്ഞു. നമ്മുടെ പറമ്പിലല്ലേ പോയത്, ഇവിടെ അടുത്തല്ലേ? മറുപടിയില്ല. അമ്മേ, അവൾ ചുണ്ടി വന്നതുപോലെ അവളുടെ തോളത്ത് പിടിച്ചു കുലുക്കി. ജാനകിയമ്മ മുഖം തിരിച്ചു നോക്കി. നിനക്കെന്നെ വിളിച്ചുണർത്താമായിരുന്നല്ലോ. എൻ്റെ ഉറക്കമാണോ പ്രധാന കാര്യം? മീനാക്ഷി അവർക്ക് അഭിമുഖമായി വന്നു. അവരുടെ ഇരു കവിളത്തും കൈത്തലങ്ങൾ ചേർത്തു പിടിച്ചു ചോദിച്ചു. അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ ഉറങ്ങിക്കിടക്കുമ്പം നിനക്ക് വല്ലതും പറ്റിയ ഞാൻ അറിയോ? നീ ഒന്ന് കരഞ്ഞാൽ കൂടി ഞാൻ കേൾക്കുവോ? എനിക്ക് എന്തു പറ്റാനാ അമ്മേ? ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തുണ്ടാവണം നീ. അത് തന്നെ കാര്യം. എനിക്കിത്തിരി മനസമാധാനം വേണ്ടേ? ഒറ്റയ്ക്ക് നീ തെങ്ങുംപുരയിടത്തിലോട്ട് പോകണ്ട. എൻ്റെ കൺവെട്ടത്തൂന്ന് മാറാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ ആരെങ്കിലും കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെ. അമ്മ ഇങ്ങനെ പേടിച്ച് കഴിയണതിനേക്കാൾ ഭേദം അത്, മീനാക്ഷി ചുണ്ടിയോടെ പറഞ്ഞിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. തേങ്ങ രണ്ടും എടുത്തവൾ പൊതിച്ചു വെച്ചു. ചായ തിളപ്പിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. അവൽ നനയ്ക്കാൻ വേണ്ടി തേങ്ങ ചുരുണ്ടി. ശർക്കര ചീകിക്കൊണ്ടിരിക്കുമ്പോൾ വന്നു വിളി. മോളെ മീനു. അമ്മയുടെ കൺമുന്നിൽ നിന്ന് 10 മിനിറ്റ് മാറി നിന്നാൽ മതി, അപ്പോൾ കേൾക്കാം വിളിയൊച്ച. മീനു, മോളെ നീ എവിടെയാ? ആ വിളിയിൽ അവൾക്ക് ആരും ഇന്നേ വരെ കൊടുത്തിട്ടില്ലാത്തൊരു വാത്സല്യമുണ്ട്. സ്നേഹത്തിൻ്റെ ആഴക്കടലുണ്ട്. മാതൃത്വത്തിൻ്റെ മധുരവുമുണ്ട്. ആ വിളി കേട്ടാൽ മീനാക്ഷി എന്ത് ജോലിയിലാണെങ്കിലും അത് അവിടെ ഇട്ടിട്ട് ഓടി അമ്മയുടെ അരികെ ചെല്ലും. പൂച്ച ഉരുമുന്നതുപോലെ അവൾ ഒന്ന് തൊട്ടുരുമി 2 വാക്ക് പറഞ്ഞാൽ തിരിച്ചു പോന്നാൽ ജാനകിയമ്മയ്ക്ക് തൃപ്തിയായി. എന്താ അമ്മേ വിളിച്ചേ? മീനാക്ഷി എത്തിക്കഴിഞ്ഞു. നിന്നെ കണ്ടില്ല. നീ അവിടെ എന്ത് ചെയ്യുകയാ? ഞാൻ കുറച്ച് അവലുണ്ടാക്കും അമ്മേ, ചായയുടെ കൂടെ കഴിക്കാൻ.
ഞാൻ സഹായിക്കണോടി? അയ്യോ വേണ്ട. സഹായിക്കാതിരുന്ന അത്രയും സന്തോഷം. അവൾ കയ്യിലിരുന്ന ചെറിയ ശർക്കര തുണ്ട് അവരുടെ ചുണ്ടുകൾക്കിടയിൽ തിരുകി. നാവിൽ മധുരം. കുസൃതിയോടെ ഒന്ന് നോക്കിയിട്ട് അവൾ അടുക്കളയിലേക്ക് മടങ്ങി. അല്പം കഴിഞ്ഞ് അടുക്കളയിൽ നിന്നും അവളുടെ സ്വരം കേട്ടു. അമ്മേ, ചായപ്പൊടി തീർന്നു. ജാനകിയമ്മ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും മീനാക്ഷി ഒഴിഞ്ഞ ടിന്നുമായി എത്തി. ഇന്ന് തീർന്നതാ അമ്മേ, ഞാൻ മറന്നുപോയി പറയാൻ. നിനക്ക് പിന്നെ എന്താ ഓർമ്മ? പൈസ താ, ഞാൻ ഓടിപ്പോയി മേടിച്ചോണ്ട് വരാം. ഞാനും കൂടി വരാം. ഈ ജംഗ്ഷനിലെ കടയിലേക്കോ? വേണ്ട, അമ്മ ഇവിടെ ഇരുന്നാൽ മതി. ജാനകിയമ്മയോട് പൈസയും വാങ്ങി അവൾ കടയിലേക്ക് ഓടി. കഷ്ടിച്ച് 200 മീറ്റർ ദൂരമേയുള്ളൂ ജംഗ്ഷനിലേക്ക്. മീനാക്ഷി കടയിലെത്തി. ഇന്നെന്താ ഒറ്റയ്ക്ക്? അമ്മ വന്നില്ലേ കൂടെ? പങ്കജാക്ഷൻ ലോഹ്യം ചോദിച്ചു. അതിൽ ചെറിയൊരു പരിഹാസമുണ്ട്. കാരണം ജാനകിയമ്മയെയും മീനാക്ഷിയെയും ഒന്നിച്ചല്ലാതെ ആ നാട്ടുകാരും കണ്ടിട്ടില്ല. ഉണ്ണുന്നതൊന്നിച്ച്, ഉറങ്ങുന്നതൊന്നിച്ച്, മുറ്റത്ത് കാറ്റുകൊള്ളാൻ ഇറങ്ങി നിൽക്കുന്നത് ഒന്നിച്ച്, പുരയിടത്തിൽ കൃഷി നോക്കാൻ ഇറങ്ങുന്നത് ഒന്നിച്ച്, ക്ഷേത്രദർശനത്തിന് പോകുന്നതും കൊല്ലങ്കോട്ട് പോകുന്നതും ഒന്നിച്ച്. അന്നാട്ടുകാർക്കത് വലിയ കൗതുകമാണ്. ഇത്രമേൽ ഇണക്കത്തിലും ഇഴുക്കത്തിലും 2 സ്ത്രീകൾ സഹവർത്തിക്കുന്നത് അവരാരും കണ്ടിട്ടില്ല. കൊല്ലങ്കോട്ട് പയ്യാലൂർ ജംഗ്ഷനിലൂടെ അവർ നടന്നു പോകുമ്പോൾ കടകളിലുള്ളവർ അതിശയത്തോടെ നോക്കിയിരിക്കും. സുന്ദരിയായ ഒരമ്മയും സുന്ദരിയായ മകളും അവരൊന്നിച്ച് നടന്നു വരുന്ന കാഴ്ച തന്നെ നയനാനന്ദകരവും ഐശ്വര്യദീപ്തവുമാണ്. പക്ഷേ അവർ ശരിക്കും അമ്മയും മകളുമല്ല. നാട്ടുകാരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ തർക്കിക്കും. അല്ലെന്ന് ആര് പറഞ്ഞു? അമ്മയും മകളും തന്നെ. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവരൊന്നിച്ച് താമസിക്കുന്നേ? മറ്റൊരാൾ എതിർവാദം ഉന്നയിക്കും. അതിന് പിന്നിലൊരു കഥയുണ്ട്. ഇവിടെ ആർക്കും കഥയൊന്നും കേൾക്കണ്ട, കാര്യം പറഞ്ഞാൽ മതി. ആളുകൾ ചെവി കൂർപ്പിക്കുകയായി. മാത്തൂരെ ജാനകിയമ്മയുടെ ഭർത്താവ് പണ്ടെങ്ങാണ്ട് ഒരു തമിഴത്തി പെണ്ണിൻ്റെ കൂടെ പോയതാ. ആ വകയിലുള്ള കുട്ടിയെ അത്. ജാനകിയമ്മയുടെ മക്കളാരും അതിനെ വീട്ടിൽ കേറ്റില്ല. അതുകൊണ്ടല്ലേ ആ കുട്ടിയെ വിളിച്ചോണ്ട് ജാനകിയമ്മ ഇവിടെ വന്ന് താമസിക്കുന്നേ. അതെങ്ങനെ ശരിയാകും? തന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ഭർത്താവിന് വേറൊരുത്തിയിലുണ്ടായ കുട്ടിക്ക് വേണ്ടി മക്കളോട് വഴക്കിട്ട് ഇറങ്ങിപ്പോരുമോ ഏതെങ്കിലും ഒരമ്മ? ഏത് രാജ്യത്ത് നടക്കും അത്? ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കല്ലേ പങ്കജാഷ. ഒന്നുകിൽ അവരുടെ സ്വന്തം മോള് തന്നെയാ, അല്ലെങ്കിൽ അവരുടെ ആങ്ങളയുടെയോ അനുജത്തിയുടെയോ കുട്ടിയായിരിക്കും. സത്യം പറഞ്ഞാൽ ഇക്കാലത്ത് ആരും വിശ്വസിക്കില്ല. എനിക്കറിയാവുന്ന കൊണ്ടല്ലേ ഞാൻ പറയുന്നേ. പണ്ട് ഇവിടെ ആയിരുന്നു അവരുടെ റൈസ് മില്ല്. പിന്നീടല്ലേ അവർ പയ്യാലൂർക്ക് പോയത്. വാസുദേവൻ ജാനകിയമ്മയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവർക്ക് 5 മക്കളേയുള്ളൂ. അതെനിക്ക് ഉറപ്പാ. 3 ആണും 2 പെണ്ണും. 2 പെൺകുട്ടികളുടെയും കല്യാണം കഴിഞ്ഞു. പങ്കജാക്ഷൻ വിശദീകരിക്കും. വാസുദേവൻ പോയി കഴിഞ്ഞുണ്ടായ കുട്ടിയാണെങ്കിലോ ഇത്. ആ സ്ത്രീ കേൾക്കണ്ട, നിന്റെ ചെകിടടിച്ചു പൊട്ടിക്കും. ഈ പങ്കൻ പറയുന്നത് ആരും വിശ്വസിക്കണ്ട. ഒരു ദിവസം അവരോട് നേരിട്ട് ചോദിച്ചാൽ പോരെ? പക്ഷേ ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല. ഇന്ന് മീനാക്ഷി തനിച്ചേയുള്ളൂ എന്ന് കണ്ടപ്പോൾ പങ്കജാക്ഷനൊരു ധൈര്യം. മീനാക്ഷി എന്നല്ലേ പേര്? അതെ, ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. മുമ്പ് ഞങ്ങളിവിടെ ഇല്ലായിരുന്നല്ലോ. കുട്ടിയുടെ ആരായിട്ട് വരും ജാനകിയമ്മ? എൻ്റെ അമ്മയായിട്ട് വരും. സ്വന്തം അമ്മ? എനിക്കൊരമ്മയേ ഉള്ളൂ, അത് മാത്തൂര ജാനകിയമ്മയാ. പങ്കജാക്ഷൻ ആശയക്കുഴപ്പത്തിലായി. അല്ല, വാസുദേവൻ പണ്ട് ജാനകിയമ്മയെ. വാസുദേവൻ്റെ മോള് തന്നെ. ജാനകിയമ്മയ്ക്ക് 5 മക്കളല്ലേ ഉള്ളൂ? ഇല്ല, ഒരു മോള് മാത്രമേ ഉള്ളൂ, അത് ഞാനാ. ഇതിനിടയിൽ ചായപ്പൊടി കൊടുക്കലും പൈസ വാങ്ങലും കഴിഞ്ഞു. പോട്ടെ. അവൾ നടന്നു പോകുന്നത് നോക്കി പങ്കജാക്ഷൻ അന്തം വിട്ടു നിന്നു. ജംഗ്ഷനിൽ നിന്നും ചെറിയരികിലൂടെയുള്ള മൺപാതയിലേക്ക് തിരിയവേ മീനാക്ഷി കണ്ടു. അമ്മ മതിലിനരികെ വന്ന് കാത്തു നിൽക്കുന്നു. താൻ കടയിലേക്ക് പോന്നപ്പോൾ തന്നെ അമ്മ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടാകുമെന്ന് അവൾ ഊഹിച്ചു. ജാനകിയമ്മയുടെ നേർക്ക് അവൾ കൈ ഉയർത്തിക്കാട്ടി. വേഗം വരാൻ ജാനകിയമ്മ അവളെ കൈകൊണ്ട് ആംഗ്യം കാട്ടി. ജംഗ്ഷനിലേക്ക് ചെന്ന് ചേരുന്ന മൺപാതയുടെ അറ്റത്തേക്ക് ഒരു ജീപ്പ് തിരിഞ്ഞു വരുന്നത് ജാനകിയമ്മ കണ്ടു. അവർ പെട്ടെന്ന് ജാഗരൂകയായി. ജീപ്പ് ചിറയ്ക്കരികിലൂടെയുള്ള റോഡിലൂടെ വരികയാണ്. അതൊരു പോലീസ് ജീപ്പാണെന്ന് കണ്ടപ്പോൾ ജാനകി അമ്മയ്ക്ക് ആപൽശങ്കയേറി. ജീപ്പിൻ്റെ ഇരമ്പൽ കേട്ട് മീനാക്ഷി തിരിഞ്ഞു നോക്കുന്നത് അവർക്ക് കാണാമായിരുന്നു. ജീപ്പ് മീനാക്ഷിയുടെ അരികെ നിൽക്കുന്നതും മീനാക്ഷി ചകിതയായി ചെറിയരികിലേക്ക് മാറുന്നതും ജീപ്പിലിരുന്നു കൊണ്ട് പോലീസുകാർ അവളോടെന്തോ ചോദിക്കുന്നതും ജാനകിയമ്മ കണ്ടു. അവൾ ഭയന്ന് എന്തോ മറുപടി പറയുന്നു. വനിതാ പോലീസുകാരടക്കം 4 പേർ ജീപ്പിൻ്റെ പിൻസീറ്റിൽ നിന്ന് ഇറങ്ങുന്നു. മീനാക്ഷിയെ പിടിച്ച് ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കുന്നു. ജാനകിയമ്മ ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി. അവരുടെ കണ്ണുകളിൽ നീരാവി വന്നു മൂടി. വീണ്ടും കാഴ്ച തെളിയുമ്പോൾ ചെറിയരികിൽ തിരിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ജീപ്പ്
റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡരികിൽ മീനാക്ഷിയില്ല. അമ്മേ എന്നൊരു നിലവിളി മാത്രം കേട്ടു. കാട്ടുതീയിൽപ്പെട്ട കുഞ്ഞിനടുത്തേക്ക് ഊറിയെത്തുന്ന വന്യമൃഗത്തെ പോലെ ജാനകിയമ്മ റോഡിലേക്ക് ഓടി. കൊല്ലങ്കോട് പനങ്ങാട്ടിരി വഴി ഓടുന്ന പാലക്കാട് എലവഞ്ചേരി SRTC ബസ് ജംഗ്ഷനിൽ വന്നു നിന്ന് ഹോണടിച്ചു. ഡ്രൈവർ 2 തവണ നീട്ടി ഹോണടിച്ചു. യാത്രക്കാർ തിങ്ങി നിറഞ്ഞ ബസ്സിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നതേയുള്ളൂ. ബസ്സിൽ കയറാൻ കുറേ പേർ തടിച്ചുകൂടി നിൽപ്പുണ്ട്. റിവേഴ്സ് ഗിയറിൽ വന്ന പോലീസ് ജീപ്പ് ജംഗ്ഷനിലെത്തി നിന്നു. ബസ് പോകാതെ ജീപ്പ് തിരിക്കാനോ കടന്നു പോകാനോ നിവൃത്തിയില്ല. അവന്മാരോട് പറ ബസ് മുന്നോട്ട് കയറ്റിയിടാൻ. SI രാമനാഥൻ മുൻസീറ്റിലിരുന്ന് ആക്രോശിച്ചു. ചിറക്കരിയിലെ മൺപാതയിലൂടെ ജാനകിയമ്മ കൊടുങ്കാറ്റ് പോലെ വരുന്നത് അയാൾക്ക് കാണാമായിരുന്നു. ജീപ്പിൽ നിന്ന് പോലീസ് ഡ്രൈവർ ഇറങ്ങിച്ചെന്ന് ബസ് ഡ്രൈവറോട് തട്ടിക്കയറി. ഇതിനിടയിൽ ജാനകിയമ്മ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു. ജീപ്പിൻ്റെ മുൻസീറ്റിലൊന്ന് നോക്കിയ ശേഷം ജാനകിയമ്മ പിൻഭാഗത്തേക്ക് വന്നു. 2 വനിതാ പോലീസുകാർക്കിടയിൽ ഭയന്ന് വിറച്ചിരുന്ന് കരയുന്ന മീനാക്ഷിയെ അവർ കണ്ടു. പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. ബാക്ക് ഡോറിൻ്റെ ഹാൻഡിൽ ലിവർ വലിച്ച് ഡോർ തുറന്നു. കൈയെത്തിച്ച് മീനാക്ഷിയുടെ കയ്യിൽ കടന്നു പിടിച്ചു. ഇങ്ങോട്ട് ഇറങ്ങി വാ മോളെ. ജാനകിയമ്മ അവളെ ജീപ്പിന് വെളിയിലേക്ക് വലിച്ചിറക്കി. അപ്രതീക്ഷിതമായ ആ നടപടിയിൽ ഒരു നിമിഷം അന്തം വിട്ടിരുന്നു പോയ വനിതാ പോലീസുകാർ ജാനകിയമ്മയെ തടയാനും മീനാക്ഷിയെ പിടിച്ച് തിരികെ ജീപ്പിലേക്ക് കയറ്റാനും ശ്രമിച്ചു. തൊട്ടുപോകരുത്. ജാനകിയമ്മ അവരുടെ നേർക്ക് ഈറ്റപ്പുലിയെപ്പോലെ ചീറി. പോലീസുകാർ അന്താളിച്ചു. ജാനകിയമ്മ മീനാക്ഷിയെ പിടിച്ചിറക്കി തൻ്റെ പിന്നിൽ നിർത്തി. മുൻസീറ്റിലിരുന്ന SI രാമനാഥനും 2 പോലീസുകാരും ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങി. എന്താ ഇത്? SI രാമനാഥൻ ജാനകിയമ്മയോട് തട്ടിക്കയറി. പോലീസ് ജീപ്പിൽ നിന്ന് ആളെ പിടിച്ചിറക്കി അതിക്രമം കാട്ടുന്നു. ജംഗ്ഷനിലുണ്ടായിരുന്നവരെല്ലാം പെട്ടെന്ന് ജീപ്പിന് ചുറ്റും തടിച്ചുകൂടി. അവളെ പിടിച്ച് അകത്തോട്ട് കയറ്റ്. SI വനിതാ കോൺസ്റ്റബിൾമാരോട് ആജ്ഞാപിച്ചു. എൻ്റെ ശവം വീണിട്ടല്ലാതെ നിങ്ങൾ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോവില്ല. ജാനകിയമ്മ വീറോടെ വിറഞ്ഞു നിന്നു. കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ വന്നത്, കൊണ്ടുപോവുകയും ചെയ്യും. SI രാമനാഥൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ജാനകിയമ്മ കുനിഞ്ഞ് കാലിൽ നിന്ന് ചെരുപ്പൂരി. എൻ്റെ മോളെ തൊട്ടാൽ തൻ്റെ ചെകിട്ടത്ത് ഞാനടിക്കും. കാക്കിയിട്ടുകൊണ്ട് വന്ന തെമ്മാടിത്തരം കാണിക്കുന്നു. സമനില തെറ്റിയതുപോലെയായിരുന്നു ജാനകിയമ്മ. ഭ്രാന്തെടുത്തതുപോലുള്ള അവരുടെ ഭാവം കണ്ട് അവിടെ കൂടിയ നാട്ടുകാരും അമ്പരന്നുപോയി. എന്താ ഇവിടെ പ്രശ്നം? കതർഷർട്ടും മുണ്ടും ധരിച്ച മധ്യവയസ്കനായ ഒരു താടിക്കാരൻ ആളുകൾക്കിടയിലൂടെ തിക്കിത്തിരക്കി ജീപ്പിൻ്റെ പിന്നിലേക്ക് വന്നു. അയാളോടൊപ്പം വേറെയും 2-3 പേരുണ്ടായിരുന്നു. എന്താ സാറേ ഇതൊക്കെ? അയാൾ SIയെ നോക്കി. താൻ ആരാടോ? SI അമർഷത്തോടെ ചോദിച്ചു. ഞാനും ഈ നാട്ടുകാരൻ തന്നെയാണ് സാർ. ഇവിടെ കൊല്ലങ്കോട് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. സ്വല്പം രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. നമ്മൾ തമ്മിൽ 1-2 തവണ പരിചയപ്പെട്ടിട്ടുമുണ്ട്. സാറ് മറന്നുപോയതാ. എൻ്റെ പേര് K. വേലപ്പൻ. SI രാമനാഥൻ അയാളെ അടിമുടി നോക്കി. എന്താ മാഡം പോലീസുമായിട്ട് വഴക്ക്? വേലപ്പൻ ജാനകിയമ്മയോട് ചോദിച്ചു. എനിക്ക് നിങ്ങളെയും പരിചയമുണ്ട്. മാത്തൂരെ ജാനകിയമ്മയല്ലേ? ഞാൻ നിങ്ങളുടെ വീട്ടിലും റൈസ് മില്ലിലും പലവട്ടം വന്നിട്ടുണ്ട്. ജാനകിയമ്മയ്ക്ക് ആളെ മനസ്സിലായി. കൊല്ലങ്കോട്ടെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് വേലപ്പൻ. ചായപ്പൊടി വാങ്ങാൻ കടയിലോട്ട് പറഞ്ഞയച്ചതാ ഞാൻ എൻ്റെ മോളെ. മുറ്റത്ത് നിന്നുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് വന്ന് അവളെ ബലമായി പിടിച്ചു കയറ്റി ജീപ്പിലിട്ടുകൊണ്ട് പോകുന്നു. ചോദ്യവുമില്ല പറച്ചിലുമില്ല. ഇവളെന്താ അനാഥയാണെന്ന് വിചാരിച്ചോ? ഇവർ പോലീസുകാരോ അതോ കൊള്ളക്കാരോ? ജാനകിയമ്മ രോഷാകുലയായി. വേലപ്പൻ SI രാമനാഥൻ്റെ നേർക്ക് തിരിഞ്ഞു. ഇതെന്താ സാറേ ഇങ്ങനെ? മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരല്ലേ ഇവർ? ഈ പെണ്ണിൻ്റെ പേരിലൊരു പരാതി കിട്ടിയിട്ടുണ്ട്. മാത്തൂരെ ശ്രീനിവാസനാ പരാതി തന്നത്. എന്തു പരാതി? വേലപ്പൻ ചോദിച്ചു. ഈ പെണ്ണ് അവരുടെ വീട്ടിൽ നിന്ന് വിലപ്പെട്ട ചില ഡോക്യുമെൻറ്റ്സ് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന്. മാത്തൂര ശ്രീനിവാസൻ എൻ്റെ മകനാണ്, ജാനകിയമ്മ പറഞ്ഞു. മകനും മകളുമൊക്കെ അങ്ങ് വീട്ടിൽ. പോലീസിന് പരാതി കിട്ടിയാൽ നടപടിയെടുക്കും. SI കയർത്തു. എന്ത് ഡോക്യുമെൻ്റാണ് സാറേ ഈ കുട്ടി മോഷ്ടിച്ചത്? വേലപ്പൻ ചോദിച്ചു. മാത്തൂർ വീട്ടിലെ അടുത്തിടെ നടന്ന ഭാഗം വയ്പ്പിൻ്റെ തീരാധാരങ്ങൾ SI വെളിപ്പെടുത്തി. എൻ്റെ പേരിൽ കിടന്ന വസ്തുവകകൾ ഞാനാണ് എൻ്റെ മക്കൾക്ക് ഭാഗം ചെയ്തു കൊടുത്തത്. അതിനും 1 മാസം മുമ്പേ ഇവൾ മാത്തൂർ വീട്ടിൽ നിന്ന് താമസം മാറ്റിയതാ. ഭാഗം വയ്പ്പിന് ശേഷം മാത്തൂർ വീട്ടിൽ ഇവൾ കാല് കുത്തിയിട്ട് പോലുമില്ല. എൻ്റെ ആങ്ങളയുടെ വീട്ടിലായിരുന്നു ഇവൾ താമസം. ജാനകിയമ്മ വിശദീകരിച്ചു. എനിക്ക് നിങ്ങളുടെ കുടുംബചരിത്രം ഒന്നും കേൾക്കണ്ട. SI തല വെട്ടിച്ചു. എന്നാൽ സാറേ എന്നെ പിടിച്ചോണ്ട് പോകണം. ജാനകിയമ്മ തൻ്റെ ഇടം വിടാതെ പറഞ്ഞു. പോലീസ് പിടിച്ച പ്രതിയെ ജീപ്പിൽ നിന്നും പിടിച്ചിറക്കിയവളാ ഞാൻ. പ്രതിയെ ബലമായിട്ട് രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോകണം.
ഞാൻ ഏത് പോലീസ് സ്റ്റേഷനിൽ വരാനും തയ്യാറാ. ലോക്കപ്പിൽ കിടക്കണോ? കിടക്കാം. പക്ഷേ എൻ്റെ മോളെ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനും എൻ്റെ മോളും പിടിച്ചുപറിക്കാരല്ല, ഒളിച്ചു താമസിക്കുന്ന മോഷ്ടാക്കളുമല്ല. ഈ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം. അത് ശരിയാ, നാട്ടുകാരിൽ ഒരാളായ പീതാംബരം പറഞ്ഞു. ഈ അമ്മയും മോളും ആർക്കും ഒരു ശല്യവുമില്ലാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കുക ഇവിടെ. ഞങ്ങൾ എന്നും കാണുന്നതല്ലേ. മാത്തൂരെ ജാനകിയമ്മയെ സാറിന് അറിയരുതാത്തതല്ലോ. ശ്രീനിവാസൻ അവരുടെ മകനാണെന്നും അറിയാം ഇല്ലേ? വേലപ്പൻ തെല്ലമർഷത്തോടെ ചോദിച്ചു. അപ്പോൾ സാർ എന്താ ന്യായമായിട്ട് ചെയ്യണ്ടേ? ഈ അമ്മയും മോളും താമസിക്കുന്ന വീട്ടിൽ ചെന്ന് അവരോട് കാര്യം പറയണം. സംശയമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യണം. വേണ്ടി വന്നാൽ ഇവരുടെ വീട് സെർച്ച് ചെയ്ത് മോഷ്ടിക്കപ്പെട്ട രേഖകൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അല്ലാതെ ആരെങ്കിലും ഒരു പരാതി തന്നാലുടനെ ജീപ്പുമായിട്ട് വന്ന് വഴിയെ പോകുന്ന പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോവുകയാണോ മര്യാദ? താനെന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണോടോ? SI വേലപ്പൻ്റെ നേർക്ക് ആക്രോശിച്ചു. സാറിന് മര്യാദ അറിയാമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം. അല്ല അറിയില്ലെന്നാണെങ്കിൽ അല്പം പഠിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. SI ചുറ്റുപാടും ഒന്ന് നോക്കി. ആളുകൾ പിന്നെയും കൂടുകയാണ്. ഇനി അവിടെ നിൽക്കുന്നത് ക്ഷീണമാണെന്ന് അയാൾക്ക് തോന്നി. സംഗതി കൈവിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഗൗരവം ഒട്ടും കുറയ്ക്കാതെ SI ജാനകിയമ്മയോട് ആജ്ഞാപിച്ചു. നാളെ നിങ്ങൾ ഈ പെൺകുട്ടിയെ കൊണ്ട് സ്റ്റേഷനിൽ വരണം. അത് മര്യാദ. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. SI ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. പറഞ്ഞ വിദ്വാൻ ആളുകൾക്ക് പിന്നിലേക്ക് പതുങ്ങിക്കളഞ്ഞു. എപ്പോൾ വരണമെന്ന് പറഞ്ഞാൽ മതി സാർ, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം, വേലപ്പൻ പറഞ്ഞു. വേണമെങ്കിൽ ഞങ്ങളുടെ MLAയും വരും. താനെന്താ ഭീഷണിപ്പെടുത്തുവാണോ? തൻ്റെ MLA വന്നാൽ എൻ്റെ തൊപ്പി തെറിപ്പിക്കുമോ? SI വേലപ്പൻ്റെ നേർക്ക് ആക്രോശിച്ചു. ഇല്ല സാർ, അങ്ങനെ ഒന്നും ചെയ്യില്ല. പക്ഷേ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പർ അല്ലേ, സാറിന് മര്യാദയ്ക്ക് പെരുമാറേണ്ടി വരും, അത്രയേ ഉള്ളൂ, വേലപ്പൻ അക്ഷോഭ്യനായി പറഞ്ഞു. SI രാമനാഥൻ തീപാറുന്ന വിധം വേലപ്പനെ ഒന്ന് നോക്കി. എന്നിട്ട് ചെന്ന് ജീപ്പിൽ ചാടി കയറി. ജീപ്പ് ഇരമ്പി. ചുറ്റും കൂടി നിന്നവർ വഴിമാറി. ജീപ്പ് പിന്നോട്ടെടുത്ത് അവിടെ ഇട്ട് തിരിച്ചു. അത് പൊടി പറത്തി പാഞ്ഞു പോകുമ്പോൾ പിന്നിൽ നിന്ന് ആൾക്കൂട്ടത്തിൻ്റെ കൂവലുയർന്നു. വേലപ്പേട്ട, അത് കലക്കി. കടത്തിണ്ണയിൽ നിന്നും തങ്കജാക്ഷൻ വിളിച്ചു പറഞ്ഞു. വേലപ്പൻ കൈകൾ ഉയർത്തി ആൾക്കൂട്ടത്തെ തടഞ്ഞു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കണേ? അവരവരുടെ വഴിക്ക് പോകും. ആളുകൾ പിരിഞ്ഞു പോയി തുടങ്ങി. ചിലർ 3-4 പേർ വരുന്ന സംഘങ്ങളായി മാറി നിന്ന് സംഭവത്തെക്കുറിച്ച് പറഞ്ഞും ചിരിച്ചും ആസ്വദിച്ചു. മാഡം, മോളെയും കുട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ. നാളെ സ്റ്റേഷനിൽ പോകാൻ നേരം ഞാനും വരാം. വേലപ്പൻ ജാനകിയമ്മയും മീനാക്ഷിയെയും പറഞ്ഞയച്ചു. ജാനകിയമ്മ മീനാക്ഷിയുടെ തോളത്ത് കൈവച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നുപോയി. വീട്ടിലെത്തിയ ഉടനെ ജാനകിയമ്മ അവളോട് പറഞ്ഞു, നീ ചെന്ന് മുഖം കഴുകിയിട്ട് വാ. അവളുടെ മുഖത്ത് കണ്ണീർച്ചാൽ ഉണങ്ങിയ പാടുണ്ടായിരുന്നു. മീനാക്ഷി മുഖം കഴുകി വന്നപ്പോൾ ജാനകിയമ്മ ധൃതിയിൽ വേഷം മാറുകയാണ്. വേഗം ഡ്രസ്സ് മാറ്, കല്ലുപോൽ ഉറച്ച സ്വരത്തിൽ ജാനകിയമ്മ പറഞ്ഞു. എവിടെ പോകാനാ അമ്മേ? മീനാക്ഷിക്ക് ആശങ്കയായി. മാത്തൂര്, എൻ്റെ മക്കളെ ഒന്ന് കാണണം, കണ്ടിട്ട് കുറേ നാളായില്ലേ. അവരുടെ വാക്കുകളിൽ ആത്മരോഷം തിളച്ചു. മീനാക്ഷി അവരുടെ അരികെ ചെന്നു. ക്ഷോഭം കൊണ്ട് ചുവന്ന മുഖത്തേക്ക് നോക്കി. വേണ്ടമ്മേ, പോകണ്ട, അത് ഞാനാ തീരുമാനിക്കുന്നത്, നീയല്ല. അമ്മേ വേണ്ട. അവൾ അവരുടെ കൈ പിടിച്ച് കെഞ്ചി. എനിക്ക് അവരോട് ചോദിക്കേണ്ടടി, എല്ലാം വിട്ടുകൊടുത്തിട്ട് ഞാനിവിടെ ഒതുങ്ങി കഴിയുവാണ്. ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ലേ? ഇനി എന്താ അവർക്ക് വേണ്ടതെന്ന് എനിക്കറിയണ്ടേ? മാത്തൂരെ ജാനകിയുടെ തലയെ നരച്ചിട്ടുള്ളൂ. തൻ്റെ ഇടത്തിനും തലച്ചോറിന് ഒരു കേടും വന്നിട്ടില്ല. അമ്മേ, ഈശ്വരനെ ഓർത്ത്. മീനാക്ഷിക്ക് കരച്ചിൽ വന്നു. നിന്നോട് പറഞ്ഞതനുസരിക്ക്, ഡ്രസ്സ് മാറിയിട്ട് വാ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവൾ അവരെ ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ച് കെഞ്ചി കരഞ്ഞു. വഴക്കിന് പോകല്ലേ അമ്മേ, ദൈവത്തെ ഓർത്ത് പോകല്ലേ. വിടുമോളെ, നിന്നോടാ പറഞ്ഞത്. അവൾ അവരുടെ തോളത്ത് മുഖമിട്ട് അലച്ചു. വേണ്ടമ്മേ, പോവണ്ട. ജാനകിയമ്മ കുതിറിയെങ്കിൽ പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണുനീരിന് മുന്നിൽ ദുർബലയായി അനങ്ങാതെ നിന്നു. പതുക്കെ അവരുടെ കരങ്ങൾ അവളെ വലയം ചെയ്തു. അവളുടെ പുറത്ത് അവർ തഴുകി. കരയണ്ട. അവളുടെ കവിളത്തെ കണ്ണുനീര് തുടച്ചുകൊണ്ട് അവർ മന്ത്രിച്ചു. മീനാക്ഷി കരച്ചിലടക്കി അവരുടെ ആലിംഗനത്തിൽ അമർന്നു നിന്നു. ജാനകിയമ്മ അവളുടെ ശിരസിൽ തലോടിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് അവളുടെ മുഖം പിടിച്ച കണ്ണുകളിലേക്ക് നോക്കി വേബുധുവോടെ ചോദിച്ചു, നീ പേടിച്ചു പോയിരുന്നോടി? ഇല്ല, സാരയില്ല, അതൊന്നും സാരയില്ലമ്മേ. അമ്മയുണ്ടല്ലോ എൻ്റെ കൂടെ, അത് മതി എനിക്ക്. ജാനകിയമ്മ അവളുടെ നെറുകയിൽ ചുംബിച്ചു. അവൾ ഒന്നുകൂടി അവരോട് പറ്റിച്ചേർന്ന് ആ വാത്സല്യ പ്രകർഷത്തിൽ മയങ്ങിയെന്നോണം നിന്നു.
പിറ്റേന്ന് ഉച്ചതിരിഞ്ഞ് 2:30 മണിക്ക് വേലപ്പൻ ജാനകിയമ്മയെ കാണാനെത്തി. പോലീസ് സ്റ്റേഷനിൽ പോകണ്ടേ? വന്നപാടെ അയാൾ ചോദിച്ചു. ഞങ്ങൾ കാരണം ബുദ്ധിമുട്ടായി അല്ലേ? ജാനകിയമ്മ വല്ലായ്മയോടെ പറഞ്ഞു. നിങ്ങൾ കാരണമല്ലല്ലോ, ഞാനല്ലേ ഇടയ്ക്ക് കയറി വന്ന് ഇടപെട്ടത്. എനിക്ക് വേണമെങ്കിൽ മിണ്ടാതെ തലയും കുനിച്ച് നടന്നു പോകാമായിരുന്നു. അത് ശരിയാ, ജാനകിയമ്മ മന്ദഹസിച്ചു. ഞാൻ നോക്കുമ്പോൾ പോലീസിൻ്റെ മുമ്പിൽ നിന്ന് ഒരു സ്ത്രീ ഇടിമിന്നൽ പോലെ ജ്വലിക്കുന്നു. അത് നിങ്ങളാണെന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായില്ല. SI അടക്കം പോലീസുകാരെല്ലാം പതറിപ്പോയില്ലേ? ഞാൻ ഇന്നലെ ആലോചിക്കുകയായിരുന്നു, ഓരോ ഗ്രാമത്തിലും നിങ്ങളെപ്പോലെ ഒരു 10 പേരിങ്ങനെ കൈ ചൂണ്ടി പ്രതികരിക്കാനുണ്ടെങ്കിൽ ഒരനീതി അഴിമതി ഇവിടെ നടക്കില്ല. പക്ഷേ എന്തു ചെയ്യാം, നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ആ SIയുടെ മുമ്പിൽ തൊഴുകയ്യോടെ നിന്ന് എൻ്റെ മോളെ വിട്ടേക്കണേ എന്നും പറഞ്ഞ് കരയും. വേണമെങ്കിൽ അയാളുടെ കാലും പിടിക്കും. അയാളെ തട്ടിത്തെറിപ്പിച്ചിട്ട് പെൺകുട്ടിയെ ജീപ്പിലിട്ടുകൊണ്ട് പോവുകയും ചെയ്യും. ജനങ്ങൾക്ക് നീതിയും അനീതിയും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാൻ വയ്യാത്ത സ്ഥിതിയിലെത്തി. വേലപ്പൻ പറഞ്ഞു നിർത്തി. ഞാൻ നീതി അനീതി ഒന്നും നോക്കിയില്ല. എൻ്റെ മുന്നിൽ എൻ്റെ മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജാനകിയമ്മ പറഞ്ഞു. എന്താ നിങ്ങളുടെ പ്രശ്നം? കുറേ കഥയൊക്കെ ഞാനും കേട്ടിരുന്നു. വാസുദേവൻ 2 പെൺമക്കളെ കൂട്ടി തിരിച്ചു വന്നതും അതിലൊന്നിനെ ബലിക്കളം മണി അപമാനിച്ചതും ദിനേശൻ അവനെ കൊന്നതും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതും വാസുദേവൻ ആശുപത്രിയിൽ കിടന്നു മരിച്ചതും അങ്ങനെ ചിലതെല്ലാം അറിയാം. മോളെ മീനു, ചായ. മീനാക്ഷി വാതിൽക്കൽ തല കാട്ടി. ചായ എടുക്കുന്നുണ്ടമ്മേ. അവൾ ചായയ്ക്ക് വെച്ച വെള്ളം തിളച്ചു തുടങ്ങിയിരുന്നു. അതിൽ പാലും പഞ്ചസാരയും തേയിലയും ചേർത്ത് 2-3 തവണ ആറ്റി ഗ്ലാസുകളിൽ പകർന്നുകൊണ്ട് അവൾ മുന്നിലെ വരാന്തയിൽ വന്നു. വേലപ്പനും ജാനകിയമ്മയും അവിടെ കസാരയിലിരുന്ന് സംസാരിക്കുകയാണ്. 2 പേർക്കും അവൾ ചായ ഗ്ലാസുകൾ കൈമാറി. മോളെ, ഇത് വേലപ്പൻ. നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ കൊല്ലങ്കോട് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൻ്റെ പ്രസിഡൻ്റാ, ജാനകിയമ്മ പറഞ്ഞു. ഇന്നലെയുണ്ടായ പോലീസ് നടപടിയിൽ ഓർക്കാപ്പുറത്ത് രക്ഷകനെ പോലെ വന്ന് തങ്ങളെ സഹായിച്ച ആ മനുഷ്യനെ നോക്കി അവൾ നന്ദിയോടെ പുഞ്ചിരി തൂകി. ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം, ജാനകിയമ്മ നിർദ്ദേശിച്ചു. മീനാക്ഷിയുടെ മുഖത്ത് സംഭ്രമം പടരുന്നത് വേലപ്പൻ കണ്ടു. പേടിക്കൊന്നും വേണ്ട, MLA രാവിലെ തന്നെ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്ന് പോയി തല കാണിക്കുക, അത്രയേ വേണ്ടൂ, വേലപ്പൻ സാന്ത്വനം പോലെ പറഞ്ഞു. അല്ലെങ്കിലും ഇതുപോലൊരു അമ്മയുള്ളപ്പോൾ എന്തിനാ പേടിക്കുന്നേ? ജാനകിയമ്മയുടെ കാറിലാണ് 3 പേരും കൊല്ലങ്കോട്ട് സ്റ്റേഷനിലേക്ക് പോയത്. SI രാമനാഥൻ്റെ മുഖം കടന്നൽ കുത്തേറ്റ പോലെ കനത്തിരുന്നു. ഇന്നലെ നിങ്ങൾ കാണിച്ച അതിക്രമത്തിന് നിങ്ങളുടെ പേരിൽ കേസെടുക്കേണ്ടതാ, ഞാനത് ചെയ്യുന്നില്ല. SI ക്ഷോഭത്തോടെ ജാനകിയമ്മയെ നോക്കി. സാറിനറിയാമല്ലോ എല്ലാം. ദിനേശൻ്റെ കേസ് അന്വേഷിച്ചത് സാറല്ലേ? അതിന് കാരണമായ സാഹചര്യങ്ങളും ഈ കുട്ടിയുടെ അനുജത്തിക്കും അച്ഛനുമുണ്ടായ ദുരന്തങ്ങളും എല്ലാം സാറിനറിയാവുന്നതല്ലേ? ആരെങ്കിലും ഒരു കള്ളപ്പരാതി തന്നാൽ സാർ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എൻ്റെ മക്കൾക്കും അവരുടെ ഭാര്യമാർക്കും എതിരെ ഞാനൊരു പരാതി തന്നാൽ സാർ ഉടനെ പോയി അവരെയെല്ലാം പിടിച്ചോണ്ട് വന്ന് ലോക്കപ്പിലടയ്ക്കുമോ? ശാന്തസ്വരത്തിൽ ജാനകിയമ്മ ചോദിച്ചു. നിങ്ങളുടെ കുടുംബവഴക്ക് നിങ്ങൾ ആദ്യം തീർക്ക്. നിങ്ങൾ പോലീസുകാരെ ഇതിനിടയ്ക്കിട്ട് വെറുതെ വലയ്ക്കാതെ. വേറെ ഒരുപാട് ജോലിയുള്ളവരാ ഞങ്ങൾ. സാർ ഇത്രയും ചിന്തിച്ചാൽ മതി. എൻ്റെ മക്കൾക്ക് ഞാനാണ് സ്വത്ത് ഭാഗം വെച്ച് കൊടുത്തത്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൈവശപ്പെടുത്തിയിട്ട് ഇവൾക്ക് എന്ത് കാര്യം? എൻ്റെ കൂടെ താമസിക്കുമ്പോൾ ഞാനത് സമ്മതിക്കുമോ? ഞാനറിയാതെ ഇവളത് ചെയ്യുമോ? എല്ലാം ഉപേക്ഷിച്ച് പഴയൊരു തെങ്ങിൻ പുരയിടവും ഇടിഞ്ഞു പൊളിഞ്ഞൊരു കെട്ടിടവും ഉണ്ടായിരുന്നത് നന്നാക്കിയെടുത്ത് അവിടെ കഷ്ടിച്ച് കഴിഞ്ഞുകൂടിയാണ് ഞങ്ങൾ. റൈസ് മില്ലും മാത്തൂര് വീടും ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് സാറിനറിയാമല്ലോ. ശരി, ഞാൻ ശ്രീനിവാസനോടൊന്ന് സംസാരിക്കട്ടെ, നിങ്ങൾ പൊയ്ക്കോ, SI പറഞ്ഞു. ഇറങ്ങട്ടെ സാർ. ജാനകിയമ്മയോടും മീനാക്ഷിയോടും ഒപ്പം വേലപ്പനും പോകാൻ എഴുന്നേറ്റു. മുൻവാതിലിൻ്റെ നേർക്ക് ഏതാനും ചുവട് നടന്നിട്ട് ജാനകിയമ്മ തിരികെ SIയുടെ മുമ്പിലേക്ക് വന്നു. SI മുഖമുയർത്തി ചോദ്യഭാവത്തിൽ നോക്കി. ഇന്നലെ ഞാൻ സാറിനോട് അല്പം മോശമായിട്ട് പെരുമാറി. സാർ അത് ക്ഷമിക്കണം. എൻ്റെ മോൾക്കൊരാപത്ത് വന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഒരാളെ കൊന്നാലേ അവളെ രക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ. ജാനകിയമ്മയുടെ മുഖത്തേക്ക് നോക്കിയ SI തെല്ലൊന്നു പകച്ചു. ഇന്നലെ കണ്ട അതേ ഭാവപ്പകർച്ച ഈറ്റപ്പുലിയുടെ. ജാനകിയമ്മ ശ്വാസം അയച്ചു. ഞാനല്ലാതെ അവൾക്ക് വേറെ ആരുമില്ല സാർ, ഉപദ്രവിക്കല്ലേ. ജാനകിയമ്മ പിന്തിരിഞ്ഞ് നടന്നു.
3 പേരും കാറിനടുത്തെത്തി. വേലപ്പന് കയറാൻ വേണ്ടി ജാനകി അമ്മ ബാക്ക് ഡോർ തുറന്നു പിടിച്ചു. ഇല്ല, എനിക്ക് ബാങ്കിലൊന്ന് കയറണം, നിങ്ങൾ പൊയ്ക്കോ, അയാൾ പറഞ്ഞു. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന്. വേണ്ടെന്നൊക്കെ ഭംഗിവാക്കി പറയുമെങ്കിലും ആർക്കാ നന്ദി ഇഷ്ടമില്ലാത്തെ? വേലപ്പൻ ചിരിച്ചു. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ അറിയിക്കാൻ മറക്കണ്ട, പോട്ടെ. പാതിയും നരച്ച താടി തടവിക്കൊണ്ട് ആ മെലിഞ്ഞ മനുഷ്യൻ നടന്നു പോകുന്നത് നോക്കി ജാനകിയമ്മ ഏതാനും നിമിഷം നിന്നു. മീനാക്ഷിയെയും കൂട്ടി അവർ കാറിൽ കയറി. സുപ്രിയ റൈസ് മില്ലിന് മുന്നിലെത്തിയപ്പോൾ ജാനകിയമ്മ കാർ നിർത്തി. ആ വലിയ ഇരുമ്പ് ഗേറ്റിലേക്കും അതിനപ്പുറത്തെ റൈസ് മില്ലിൻ്റെ കൂറ്റൻ കെട്ടിടങ്ങളിലേക്കും അവരുടെ നോട്ടം പാറി വീണു. മീനാക്ഷി ഉൾഭീതിയോടെ ജാനകിയമ്മയെ നോക്കി. അമ്മ റൈസ് മില്ലിലേക്ക് കയറി ചെന്ന് വഴക്കുണ്ടാക്കുമോ എന്നായിരുന്നു അവളുടെ പേടി. താൻ വിയർപ്പേന്തി പടുത്തുയർത്തിയ ആ സ്ഥാപനത്തെ നോക്കി ഒന്ന് നെടുവീർപ്പിട്ട ശേഷം ജാനകിയമ്മ കാർ മുമ്പോട്ടെടുത്തു. വീട്ടിലെത്തിയപ്പോൾ 5:30 മണിയായി. മീനാക്ഷി വേഷം മാറി ധരിച്ച ശേഷം അടുക്കളയിലേക്ക് പോയി. ജാനകിയമ്മ മുറ്റത്തേക്കുള്ള സിമൻറ്റ് പടികളിലൊന്നിൽ വന്നിരുന്നു. സായാഹ്നത്തിന് നല്ല തെളിച്ചം. പാലക്കാട് തുറയിലൂടെ വരുന്ന കാറ്റ് കരിമ്പനങ്ങളുടെയും തെങ്ങിൻ തോപ്പുകളെയും പാടങ്ങളെയും ഇളക്കി മറിച്ച് അലയലയായി കടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങിങ്ങ് തുരുത്തുപോലെ ഒറ്റപ്പെട്ട ചെറുകുന്നുകളിൽ ഇളം മഞ്ഞ നിറത്തിൽ വെയിൽ വീഴുന്നതും വെയിലിൽ തുമ്പികൾ പാർന്നതും നോക്കി ജാനകിയമ്മ എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകി സ്വയം മറന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഉൾക്കിടിലം പോലെ മീനാക്ഷിയെപ്പറ്റിയുള്ള ഓർമ്മ വന്നു. മോളെ മീനു എന്ന് വിളിച്ച് മുഖം തിരിക്കുമ്പോഴേക്കും തൊട്ടു പിന്നിലൊരു കള്ളച്ചിരിയോടെ അവൾ. എത്ര നേരമായി ഞാൻ ഈ ചായയും പിടിച്ചുകൊണ്ട് നിൽക്കണം. അമ്മ എവിടെയായിരുന്നു? വലം കൈയിലിരുന്ന ചായ ഗ്ലാസ് അവൾ ജാനകിയമ്മയുടെ നേർക്ക് നീട്ടി. നിനക്ക് കളി അല്ലേ? ഉവ്വെന്നവൾ കളിയായി തന്നെ തലകുലുക്കി. എന്നിട്ട് അവളുടെ തോളത്തേക്ക് തോൾ ചാരിയിരുന്നു. ചൂട് പോയില്ലേ അമ്മേ? എങ്ങനെ പോവാണ്ടിരിക്കും? ചായ എടുത്തിട്ട് എൻ്റെ പിറകിൽ വന്ന് പതുങ്ങി നിൽക്കുമല്ലായിരുന്നോ? ജാനകിയമ്മ ശകാര രൂപേണ പറഞ്ഞു. മീനാക്ഷി കിടക്കാൻ പാകത്തിൽ ഇരിപ്പ് ക്രമീകരിച്ചിട്ട് ജാനകിയമ്മയുടെ മടിയിലേക്ക് ഊർന്ന ഒറ്റ വീഴ്ച. അവരുടെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് തുളുമ്പി. മീനാക്ഷിയുടെ ദേഹത്ത് 2-3 തുള്ളികൾ വീണു. ഒറ്റയടി വെച്ച് തരിഞ്ഞാൻ. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വീണേനല്ലോ. അറിയാതെയല്ലേ അമ്മേ, അവൾ അവരുടെ താടിത്തുമ്പിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ആ മടിയിൽ കിടന്നിളകി കിടപ്പ് സൗകര്യപ്രദമാക്കുകയും ചെയ്തു. അമ്മ എന്താ ആലോചിച്ചുകൊണ്ടിരുന്നേ? അവൾ അവരെ സൂക്ഷിച്ചു നോക്കി. എന്തൊക്കെയോ ഇപ്പം മറന്നുപോയി. നീ ചായ കുടിച്ചില്ലേ? എനിക്ക് അമ്മയുടെ ചായയെന്ന് 2 കവള് തന്നാൽ മതി. അവൾ കൊഞ്ചുകയാണെന്ന് അവർക്കറിയാം. ജാനകിയമ്മയ്ക്ക് അതിഷ്ടവുമാണ്. അവർ അവളുടെ പിൻകഴുത്തിൽ കൈത്തലം ചേർത്ത് ശിരസ് മേലോട്ടുയർത്തി ചായ ഗ്ലാസ് അവളുടെ ചുണ്ടോടടുപ്പിച്ചു കൊടുത്തു. നേരിയ നാണം കലർന്ന പുഞ്ചിരിയോടെ അവൾ ഗ്ലാസിൽ നിന്ന് അല്പാൽപമായി നുണഞ്ഞു കുടിച്ചു. തൻ്റെ മടിയിൽ അവൾ അഭയം പ്രാപിച്ച് കഴിയുമ്പോൾ ആ മുഖത്തുണ്ടാവുന്ന ഭാവമാറ്റങ്ങൾ എന്നത്തെയും പോലെ ഇപ്പോഴും ജാനകിയമ്മയെ അതിശയിപ്പിച്ചു. പ്രായപൂർത്തി വന്ന യുവതിയല്ല അവളിപ്പോൾ. മുഖത്ത് നിഷ്കളങ്കമായ ഒരു ബാലികയുടെ ഭാവം. താനൊന്ന് തലോടുമ്പോൾ, നെറുകയിലൊന്ന് ഉമ്മ വയ്ക്കുമ്പോൾ ആ മുഖത്തൊരു പിഞ്ചു പൈതലിൻ്റെ കൊഞ്ചലും നറുപാൽപുഞ്ചിരിയും. ആ നോട്ടത്തിലും മന്ദസ്മിതത്തിലുമെല്ലാം കാണാം അമ്മയുടെ ലാളനയേൽക്കുന്ന കുഞ്ഞിൻ്റെ ശിശുസഹജമായ നൈർമല്യം. അപ്പോൾ ജാനകിയമ്മയ്ക്ക് തോന്നും തൻ്റെ മുലക്കുഞ്ഞാണ് മടിയിൽ കിടക്കുന്നതെന്ന്. ഈ 60-ാം വയസ്സിലാണ് താൻ ആദ്യമായി ഒരമ്മയായതെന്ന്. അപ്പോൾ തൻ്റെ ശരീരത്തിലെ ഓരോ ഞരമ്പിലും മാതൃത്വത്തിൻ്റെ അമൃതധാര ഒഴുകുന്നതും ഓരോ രക്താണുവിലും ഒരു താരാട്ടിൻ്റെ ഈണം കിനിയുന്നതും അവരറിയുന്നു. അമ്മയ്ക്കൊരു കാര്യം കേൾക്കണോ? മീനാക്ഷി അവരുടെ കൈവിരലുകളിൽ തെരുപ്പിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇന്നലെ ചായപ്പൊടി വാങ്ങാൻ കടയിൽ പോയില്ലേ? അന്നേരം ആ കടക്കാരൻ എന്നോട് ചോദിക്കുക, മാത്തൂര ജാനകിയമ്മ എൻ്റെ ആരാണെന്ന്. നീ എന്തു പറഞ്ഞു? എൻ്റെ അമ്മയാണെന്ന്. അപ്പം അയാൾ ചോദിക്കുക, സ്വന്തം അമ്മയാണെന്ന്. അതേന്ന് ഞാനും പറഞ്ഞു. ജാനകിയമ്മ അവളുടെ ശിരസിൽ തലോടി. എന്നിട്ട് മാത്തൂര ജാനകിയമ്മയ്ക്ക് 5 മക്കളല്ലേ എന്നൊരു ചോദ്യം. ഞാൻ പറഞ്ഞു ഒറ്റ മോളേ ഉള്ളെന്ന്. അത് ഞാനാണെന്ന്. ഞാൻ പോരുമ്പം അയാളിങ്ങനെ മിഴിച്ചു നിൽക്കുക. അതും പറഞ്ഞ് മീനാക്ഷി കുസൃതിയോടെ ചിരിച്ചു. ജാനകിയമ്മ മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. മീനാക്ഷി ഒരു നിർവൃതിയിൽ മുങ്ങി കണ്ണടച്ചു. പിന്നെ കണ്ണു തുറന്നു നോക്കുമ്പോൾ അമ്മ തൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി വിഷാദവതിയായി ഇരിക്കുന്നത് കണ്ടു. അവൾ അവരുടെ കവളത്ത് കൈത്തലം ചേർത്തു. എന്താ അമ്മേ? ജാനകിയമ്മ ഒരു ദീർഘനിശ്വാസം വഹിച്ചു. നിന്നെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും എത്തിക്കണം.
എന്നാലേ എനിക്ക് സമാധാനമാവൂ. ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്തിയാലോ എന്ന്. ഈ വീടും പുരയിടവും വിറ്റിട്ടായാലും ശരി, നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച്. വേണ്ട, എനിക്ക് കല്യാണം ഒന്നും വേണ്ട. അമ്മയുടെ കൂടെ കുറേ കാലം എനിക്ക് ഇങ്ങനെ ജീവിക്കണം. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ കെട്ടാൻ ആരും വരില്ല. ആരും വരണ്ട. ജാനകിയമ്മ പുഞ്ചിരിച്ചുകൊണ്ട് നിഷേധാർത്ഥത്തിൽ തലയാട്ടി. കുറേ നേരം എന്തോ ഓർക്കുന്ന പോലെ മൗനമായി കിടന്നിട്ട് മീനാക്ഷി ചോദിച്ചു, അമ്മേ, അമ്മ എന്നെ ഒരിടത്ത് കൊണ്ടുപോവോ? എവിടെയാ? ജയിലിൽ. ജയിലിലോ? ജാനകിയമ്മ നെറ്റി ചുളിച്ചു. എനിക്ക് ദിനേശേട്ടനെ ഒന്ന് കാണണം. കൊണ്ടുപോവോ? അവൾ അപേക്ഷാ സ്വഭാവത്തിൽ അവരുടെ മുഖത്തേക്ക് തന്നെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. ജാനകിയമ്മയും മീനാക്ഷിയും ജയിൽ കവാടത്തിനരികിൽ നിന്നും അല്പം മാറി തണൽമരത്തിന് കീഴെ കാത്തു നിന്നു. തടവുകാരെ കാണാൻ വന്ന വേറെ ചിലരും അങ്ങനെ കാത്തു നിൽപ്പുണ്ട്. ജയിൽ കെട്ടിടത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ഒരു ഗാർഡ് ജാനകിയമ്മയെയും മീനാക്ഷിയെയും നോക്കി. അവരെ കൈമാടി വിളിച്ചു. ജാനകിയമ്മയും മീനാക്ഷിയും അടുത്തേക്ക് ചെന്നു. ആരെ കാണാൻ വന്നതാ നിങ്ങൾ? ദിനേശനെ, പനങ്ങാട്ടീരിയിൽ വെച്ച് ബലിക്കളം മണിയെന്നയാളെ. ജാനകിയമ്മ പൂരിപ്പിക്കുന്നതിന് മുമ്പേ അയാൾ ഇടയ്ക്ക് കയറി. ഫോം പൂരിപ്പിച്ചു കൊടുത്തോ? കൊടുത്തു. വിളിക്കും, അതുവരെ വെയിറ്റ് ചെയ്യ്. അയാൾ തിരികെ പോയി. വൃദ്ധയായ ഒരു സ്ത്രീ ജയിൽ കവാടത്തിലേക്ക് സംശയിച്ച് വന്നു. കവാടത്തിന് മുമ്പിൽ റൈഫിളുമേന്തി കാവൽ നിന്ന ഗാർഡ് തടഞ്ഞു. അവിടെ നിൽക്ക്, നിൽക്ക്. എങ്ങോട്ടായി കയറി പോകുന്നേ? ജനിച്ചു വളർന്ന തറവാടെന്ന മട്ടിലല്ലേ പോക്ക്? എൻ്റെ മോനെ കാണാൻ വന്നതാ, വൃദ്ധ പറഞ്ഞു. അതിന് ചില നടപടികളൊക്കെയുണ്ട്. ഇവിടെ ഒരു ഫോം തരും, അത് വാങ്ങി ഫില്ലപ്പ് ചെയ്യണം. അതായത് ഊരും പേരും നാളും തടവുകാരനുമായുള്ള ബന്ധവും സന്ദർശനത്തിൻ്റെ ഉദ്ദേശവും എല്ലാം എഴുതി ഇതാ അവിടെ കൊടുക്കണം. ഗാർഡ് വാച്ചിൽ നോക്കി. ഇന്നിപ്പോൾ എന്തായാലും പറ്റില്ല, സമയം കഴിഞ്ഞു പോയി. പോയി നാളെ വാ. വൃദ്ധ അപ്പറഞ്ഞതൊന്നും മനസ്സിലാകാത്തതുപോലെ അയാളുടെ നേർക്ക് തുറിച്ചു നോക്കി നിന്നു. തുടരും.